നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഗ്രഹിച്ച ജോലി നേടാൻ കൈനിറയെ അവസരങ്ങൾ ഇതാ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിന് കീഴിൽ ഹെൽപ്പർ ജോലി നേടാൻ അവസരം. കേരള സർക്കാർ പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണിത്. ഒഴിവ് ഇത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിൽ ഹെൽപ്പർ, കാറ്റഗറി നമ്പർ 02-4/2025. പ്രായപരിധി 41 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ 1 വർഷത്തെ അപ്രൻറ്റീസ് ട്രെയിനിങ് പൂർത്തിയാക്കിയവർക്ക് മുൻഗണന ലഭിക്കും. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 13,650 രൂപ മുതൽ 22,200 രൂപ വരെ ശമ്പളമായി ലഭിക്കും. അപേക്ഷാ ഫീസ് SC STക്കാർക്ക് 75 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർ 300 രൂപ അടയ്ക്കണം. താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ പബ്ലിക് എൻ്റർപ്രൈസസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി മാർച്ച് 20 മുമ്പായി അപേക്ഷ നൽകുക. അപ്ലൈ ലിങ്ക്, വിജ്ഞാപന ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനാവും. ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അവസരം. ആകെ 241 ഒഴിവുകളാണുള്ളത്. കേന്ദ്ര സർവീസിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം പാഴാക്കരുത്. താൽപ്പര്യമുള്ളവർ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ അപേക്ഷ നൽകാൻ ശ്രമിക്കുക. സുപ്രീം കോടതിയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ആകെ 241 ഒഴിവുകൾ. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 70,000 രൂപ പ്രതിമാസം ശമ്പളമായി ലഭിക്കും. ഇതിനു പുറമെ കേന്ദ്ര സർവീസുകാർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യത അംഗീകൃത സർവകലാശാലാ ബിരുദം, ഇംഗ്ലീഷ് ടൈപ്പിംഗ് പരിജ്ഞാനം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇംഗ്ലീഷ് ടൈപ്പിംഗ് 1 മിനിറ്റിൽ 35 വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കണം. ടൈപ്പിംഗ് പരിജ്ഞാനം അളക്കുന്നതിന് നടത്തുന്ന പരീക്ഷയിൽ വിജയിച്ചിരിക്കണം. അപേക്ഷാ ഫീസ് SC ST PWBD വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 250 രൂപ, ജനറൽ OBC വിഭാഗക്കാർക്ക് 1000 രൂപയും ഓൺലൈനായി അടയ്ക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകുക. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. ശേഷം മാത്രം അപേക്ഷ നൽകാൻ ശ്രമിക്കുക. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. 3. ITBPയിൽ കോൺസ്റ്റബിൾ GD റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനമെത്തി. കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ചവർക്കാണ് അവസരം. ആകെ 133 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാം. തസ്തിക ഇന്ത്യ ടിബറ്റൻ ബോർഡർ പോലീസിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ഗ്രൂപ്പ് C സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 21,700 രൂപ മുതൽ 69,100 രൂപ വരെ ശമ്പളമായി ലഭിക്കും. യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഒളിമ്പിക് ഗെയിംസ്, സമ്മർ, വിൻ്റർ, വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് കപ്പ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, കപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, യൂത്ത് ഒളിമ്പിക് ഗെയിംസ്, യൂത്ത് ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ആൻഡ് യൂത്ത് ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ്, സാഫ് ഗെയിംസ്, നാഷണൽ ഗെയിംസ്, സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, യൂത്ത് ആൻഡ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ പങ്കെടുത്തവരായിരിക്കണം. പുരുഷന്മാർക്ക് 170 സെൻറ്റിമീറ്റർ ഉയരവും 80 സെൻറ്റിമീറ്റർ നെഞ്ചളവും ആവശ്യമാണ്. സ്ത്രീകൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം.
പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് പ്രായപരിധി. SC, ST, OBC തുടങ്ങിയ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 100 രൂപ അപേക്ഷാ ഫീസായി നൽകണം. വനിതകൾ, SC, ST വിഭാഗക്കാർക്ക് ഫീസില്ല. താൽപ്പര്യമുള്ളവർ ITBPയുടെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക. അവസാന തീയതി ഏപ്രിൽ 2 ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് സന്ദർശിക്കുക. അടുത്തത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി നേടാൻ അവസരം. അപ്രന്റീസ് തസ്തികയിൽ ആണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം. തമിഴ്നാട് 35, പുതുച്ചേരി 5, കർണാടക 30, കേരള 25, ആന്ധ്രാപ്രദേശ് 5, തെലങ്കാന 5 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ഇന്ത്യയൊട്ടാകെ വിവിധ കേന്ദ്രങ്ങളിൽ നിയമനം നടക്കും. പ്രായപരിധി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 2021-2024 കാലയളവിൽ ഡിഗ്രി പൂർത്തിയാക്കിയവരായിരിക്കണം. സ്റ്റൈഫൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസ സ്റ്റൈഫൻഡായി 9,000 രൂപ ലഭിക്കും. അപേക്ഷാ ഫീസ് യുണൈറ്റഡ് ഇന്ത്യ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിലേക്ക് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല. നേരിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക. അപേക്ഷ നൽകുന്നതിനായി ആദ്യം നാഷണൽ അപ്രന്റീസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങളും അപേക്ഷാ ലിങ്കും കമൻറ്റ് ബോക്സിൽ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ ശമ്പളത്തിൽ എയർപോർട്ടിൽ ജോലി നേടാം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അവസരം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിലേക്ക് നിയമനങ്ങൾ നടത്തുന്നു. ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ആകെ 83 ഒഴിവുകളാണുള്ളത്. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അവസരം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് 13 ഒഴിവുകൾ, ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് 66 ഒഴിവുകൾ, ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് 4 ഒഴിവ്. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് 27 വയസ്സ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് 27. യോഗ്യത ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ്, ടെക് ഫയർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ എന്നിവയിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് MBA അല്ലെങ്കിൽ തത്തുല്യം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അപേക്ഷാ ഫീസ് SC, ST, PWBD വനിതകൾക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. മറ്റുള്ളവർ 1000 രൂപ അപേക്ഷാ ഫീസായി നൽകണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോയിൽ നൽകിയിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുക. ശേഷം നൽകിയിരിക്കുന്ന മാതൃകയിൽ മാർച്ച് 18 മുമ്പായി അപേക്ഷ നൽകണം. അപേക്ഷ വിജ്ഞാപന വെബ്സൈറ്റ് ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.